എല്ലാ ദിവസവും ഒരുപോലെയാണെങ്കിലും ചില ദിവസങ്ങളിൽ ചെറുതായിട്ട് മടിയൊക്കെ ഉണ്ടാവാറുണ്ടല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ കറിയൊന്നും വേണ്ടാത്ത ഒരു സ്പെഷ്യൽ ഫുഡാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ നമ്മുടെ പുട്ടുപൊടിയൊക്കെ ഒന്ന് എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാനൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കും. ഞാൻ ഉപയോഗിച്ചേക്കുന്നത് അജ്മിയുടെ പുട്ടുപൊടിയാണ്. 1 കപ്പ് പുട്ടുപൊടിക്ക് ഞാൻ 1 കപ്പ് വെള്ളമാണ് സാധാരണ ഒഴിച്ചു കൊടുക്കുന്നത്. തേങ്ങാപ്പാല് വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് ഇതുപോലെ തന്നെ നമുക്ക് വെള്ളത്തിന് പകരം ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതൊരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതൊന്ന് നനച്ചെടുക്കണം. അപ്പൊ അതിലേക്ക് കുറച്ച് കരിവേപ്പില കട്ട് ചെയ്തതും കുറച്ച് ക്യാരറ്റും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതെല്ലാം കൂടെ നമ്മുടെ പുട്ടിന് നനയ്ക്കും പോലെ ഒന്ന് നനച്ചെടുക്കാം. ഈ സമയത്ത് കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ. കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ലേശം പഞ്ചസാരയുടെ ഒന്ന് ഇതിൽ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ പുട്ടിന്റെ പൊടിയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒന്ന് നനച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പുട്ടുകുറ്റിയിലേക്ക് നിറച്ചു കൊടുത്തു. അതിനുശേഷം നമുക്കൊന്ന് ആവിയേറ്റെടുക്കത്താലോ. അടിപൊളിയായിട്ടുള്ള കറിയൊന്നും വേണ്ടാത്ത നമ്മുടെ പുട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. എളുപ്പത്തിൽ തയ്യാറാക്കാം. രാവിലെയോ വൈകിട്ടോ ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാമല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ. വീണ്ടും ഇതുപോലെയുള്ള അടിപൊളി വീഡിയോസുമായിട്ട് നാളെ കാണാം.